ഇത് നമ്മളെ മോണ്ടിനിക്കോ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ഡേ ആണ്. രാവിലെ തന്നെ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചാണ്ട് നമ്മൾ നേരെ ടിബറ്റ് പോന്നു. ഇവിടെ ഫുൾ ഒരു പോഷ് ഏരിയ പോലെയാണ് എനിക്ക് തോന്നിയത്. ഫുള്ള് കായിക്കാര യോച്ചാളാണ്. അതുകൊണ്ട് തന്നെ കാണാൻ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ ഒന്ന് നടന്ന് കണ്ടിട്ട് ബുഡുവേക്ക് തന്നെ തിരിച്ചു പോന്നു. ഇന്ന് രാവിലെ വിളിച്ചാണ്ട് ഒരു ബോട്ട് റൈഡ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരിനോട് വരാൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ പോയി. അവിടെ നിന്നപ്പോഴാണ് ഞാൻ മോണ്ടിനിക്കോയിലെ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ കണ്ടത്. പറഞ്ഞ പോലെ കറക്റ്റ് 12 മണിക്ക് ഞങ്ങൾക്ക് ബോട്ട് വന്നു. ഞങ്ങളും പുറമേ ഒരു പെണ്ണും മാത്രമായിരുന്നു സ്റ്റാർട്ട് ചെയ്തപ്പോണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഇത്ര ആളേ ഉള്ളൂ എന്നാണ്. പക്ഷേ അവർ ഒരു ഭാഗത്ത് നിർത്തി 2 ഭാഗത്ത് നിർത്തി അങ്ങനെ ഏകദേശം 4 പ്രാവശ്യം നിർത്തി. ബോട്ട് നിറച്ച ആൾക്കാരായി ഞങ്ങൾ യാത്ര തുടങ്ങിയപ്പോൾ. കുറച്ച് നേരം റൈഡ് ചെയ്തിട്ട് നമ്മളെ പെറാസ്റ്റിൽ കൊണ്ടുപോയിട്ട് ഇറക്കി. ഇങ്ങോട്ട് മൂപ്പര് ഞങ്ങളോട് പറഞ്ഞു 20 മിനിറ്റ് നമുക്ക് ടൈമുണ്ട്, ഈ സ്ഥലമൊക്കെ വേണമെങ്കിൽ പോകുന്ന കാണാമെന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ പോയിട്ട് ഒരു ഐസ്ക്രീം വാങ്ങി കുറച്ച് നേരം നടന്നിട്ട് തിരിച്ച് ബോട്ടിങ്ങനെ വന്നു. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള റേഡിയോ ഓഫ് ദി റോക്കിൻ്റെ ചുറ്റും പതുക്കൊന്ന് റൗണ്ട് ചെയ്തു. ഒരു മാൻമെയ്ഡ് ഐലാൻഡാണത്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും റൈഡ് തുടങ്ങി. പിന്നെ ഞങ്ങൾ കണ്ടത് വേൾഡ് വാർ 2ൻ്റെ ടൈമിൽ യൂസ് ചെയ്തതിന് ഒരു സബ്മറൈൻ ടണൽക്കാണ്. ആ ടണൽ ഇപ്പം വലിയ മ്യൂസിയം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. അതിൻ്റെ ശേഷം നമുക്ക് കാണിച്ചത് മാമുല ഐലൻഡ് ആയിരുന്നു. അത് വേൾഡ് വാർ 2ൻ്റെ ടൈമിൽ കോൺസെൻട്രേഷൻ ക്യാമ്പായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു. ഇപ്പോൾ അതൊരു 5 സ്റ്റാർ ഹോട്ടലാണെന്നാണ് പറഞ്ഞത്. അവിടുന്ന് വീണ്ടും നമ്മൾ കുറച്ചും പാടെ റൈഡ് ചെയ്തിട്ട് നമ്മൾ നേരെ ബ്ലൂ കേവിലെത്തി. ബ്ലൂ കേവ് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. വാട്ടറൊക്കെ എന്ന് പറഞ്ഞാൽ പക്ക ബ്ലൂ ആയിരുന്നു. അത് ഈ കേവിൻ്റെ ഉള്ളിലേക്ക് പോലും അതിൻ്റെ വാട്ടറിൻ്റെ റിഫ്ലക്ഷന് കേവിൻ്റെ മുകളിലൊക്കെ ബ്ലൂ കളറിൽ വന്നിട്ട് ഭയങ്കരമായിരുന്നു. അത് കാണാൻ തന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു. ഞങ്ങളെ ഗൈഡ് അവിടെ ബോട്ട് നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും നീന്താൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഇറങ്ങാം, ചാടാമെന്നൊക്കെ പറഞ്ഞു. വെള്ളം ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയറാണ്, നല്ല തിരടിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പക്ഷേ ഞങ്ങൾ ഒപ്പം ഉണ്ടായിരുന്ന ചൈനക്കാരൻ ഒന്നും കാത്തുന്നില്ല. മൂപ്പര് നേരെ ചാടി. അപ്പോൾ ഞങ്ങൾക്കൊരു ധൈര്യമായി, ഞങ്ങളും ചാടി. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ബോട്ടിൽ കയറിയപ്പം കുറച്ച് ലേറ്റായി. പിന്നീട് ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു റൈഡിങ്ങൊക്കെ. ഞങ്ങൾ ഒപ്പം ഉണ്ടോലൊക്കെ തിരിച്ചു പോയി. അതിൻ്റെ ശേഷം നമുക്ക് മോണ്ടിനിക്കോയിലുണ്ട് ഏക 7 സ്റ്റാർ ഹോട്ടലാണ് ഇതെന്ന് പറഞ്ഞാണ്ട് കാണിച്ചു തന്നാണ്ട് ഞങ്ങൾ കയറിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗത്താണ് ഞങ്ങൾ ഇറക്കി വിട്ടത്. ഞങ്ങൾ ഓൾറെഡി നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നടക്കും വേണ്ട. ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ വാങ്ങിയിട്ട് പതുക്കെ നടന്ന് തിരിച്ച് ഞങ്ങൾ കാറിൽ തന്നെ പോയി. ഇന്നത്തെ ഡേ ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ അവസാനിപ്പിച്ചു.